ഞാൻ ഓർമ്മപ്പെടുത്തു. രണ്ടാമത്തെ കാര്യം നിസിയാനുദ്ദുനൂബിൽ മാദിയാ, കഴിഞ്ഞുപോയ കാലത്ത് ചെയ്തുപോയ പാപങ്ങളൊക്കെ മറന്നു പോകലാ. എത്രയെത്ര ഹറാമുകൾ ചെയ്തിട്ടുണ്ട്, എത്രയെത്ര ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒന്നുപോലും ഓർമ്മയില്ല. 15 വയസ്സുള്ളപ്പോൾ ചെയ്തത് ഓർമ്മയില്ല, അതിനുശേഷം ഇക്കാലം അത്രയും ചെയ്തത് ഓർമ്മയില്ല, ജീവിതകാലത്ത് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഓർമ്മയില്ല, മറന്നുപോയി. അത് ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു എന്നതിന്റെ അടയാളമാ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് എന്തെല്ലാം കാര്യത്തെ ഓർത്തുകൊണ്ട് കരയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്വന്തം മക്കൾക്കുണ്ടായ രോഗത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, ഉപ്പയ്ക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, ഉമ്മയ്ക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, സ്വന്തം താല്പര്യത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ട്, പല പ്രയാസങ്ങളും അനുഭവപ്പെട്ട സമയത്ത് കരഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും വേദന വന്നപ്പോ കരഞ്ഞിട്ടുണ്ട്, ദാരുണമായ രംഗങ്ങൾ കണ്ടപ്പോ കരഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ സൃഷ്ടിച്ച റബ്ബിനെ ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് വന്നിട്ടുണ്ടോ? കരഞ്ഞിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടില്ലേ? മുത്തുനബി അവിടുത്തെ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടില്ലേ? ഫൽയദ്ഹകൂ ഖലീലാ വൽയബ്കൂ കസീറാ. ആളുകൾ എപ്പോഴും കൂടുതൽ ചിരിക്കരുത്, കരയുകയാണ് വേണ്ടത്. കുറച്ചേ ചിരിക്കേണ്ടതുള്ളൂ. അമ്പിയാക്കൾ തീരെ ചിരിച്ചിട്ടില്ല. 1,24,000 അമ്പിയാക്കളെ റബ്ബ് പറഞ്ഞയച്ചിട്ട് 24 പ്രവാചകന്മാരെ പേര് ഖുർആൻ പഠിപ്പിച്ചിട്ട് അവരെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നിട്ട് അല്ലാഹ് ഒരൊറ്റ പ്രവാചകർ ചിരിച്ചതല്ലാതെ ഖുർആനിലില്ല. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾ ചിരിച്ചതല്ലാതെ ഒരു നബിയെ പറ്റിയും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ കരയേണ്ടതാ, വളരെ കുറച്ചേ ചിരിക്കേണ്ടതുള്ളൂ, ചിരിപ്പിക്കേണ്ടതുള്ളൂ. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ആരും കൈയുയർത്തണ്ട, മറുപടി പറയണ്ട, വയല് കേട്ട് അഭിപ്രായം പറയണ്ട, ഒന്ന് ചിന്തിച്ചാടാ. പ്രായപൂർത്തിയെത്തിയതിനു ശേഷം നിനക്കും എനിക്കും ബോധം വന്നതിന് ശേഷം എത്ര തവണ കരഞ്ഞിട്ടുണ്ട്? പൊട്ടിക്കരഞ്ഞ സന്ദർഭങ്ങളുണ്ടോ? ഏതെങ്കിലും ഒരു സമയത്ത് റബ്ബിനെ പറ്റി ചിന്തിച്ചിട്ടോ, നരകത്തെ പറ്റി ഓർത്തിട്ടോ, അല്ലെങ്കിൽ മുഹ്ത് നബിയെ പറ്റി ചിന്തിച്ചിട്ടോ, ജീവിതത്തിൽ ചെയ്തു പോയ കുറ്റങ്ങളെ പറ്റി ഓർത്തിട്ടോ ഒരു തുള്ളി കണ്ണുനീരുറ്റിയത് പറയാനുണ്ടോ? കരഞ്ഞിട്ടുണ്ടോ? ഹബീബായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് ജീവിതത്തിൽ തെറ്റു ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാൻ ചിന്തിച്ചിട്ടില്ല. ഖുദ്സിയ ഹദീസിൽ കൂടി പടച്ച റബ്ബ് പറഞ്ഞത്, ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളും എന്റെ പൊരുത്തം തേടുകയാ, എന്റെ തൃപ്തി തേടുകയാ. ഞാൻ തങ്ങളെ തൃപ്തിയാണ് തേടുന്നത്, തങ്ങളെ കണ്ണൊന്ന് തെളിഞ്ഞു കാണാൻ, തങ്ങളെ മുഖമൊന്ന് പ്രസന്നമായി കാണാൻ, അവിടുത്തെ പൊരുത്തവും തൃപ്തിയുമാണ് ഞാൻ തേടുന്നത്. ഇങ്ങനെ മുത്തുലഭിക്കേണ്ട പൊരുത്തം തേടിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പടച്ച റബ്ബില്ലയോ? ആയിഷാ ബീവി പറഞ്ഞില്ലയോ? അല്ലാഹു മുത്തുനബിന്റെ പൊരുത്തത്തിനൊത്ത് തൃപ്തിക്കൊത്തുകൊണ്ട് നീങ്ങുന്നതല്ലാതെ എനിക്കറിഞ്ഞുകൂടാ. ഇത്രയും പടച്ച റബ്ബിന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ തൃപ്തിപ്പെട്ട ഹബീബ് റസൂലുള്ളാഹ് എത്രയാ കരഞ്ഞതിന് കയ്യും കണക്കുമുണ്ടോ? നരകത്തെ കുറിച്ച് ജിബ്രീൽ പറഞ്ഞു കൊടുത്തപ്പോൾ ആഴ്ചകളോളം മുത്തുനബി പൊട്ടിക്കരഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല, ഒരാളോടും മിണ്ടിയിട്ടില്ല. പാതിരാത്രിയിൽ എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞ റസൂലുള്ളാഹി അല്ലാ അല്ലാ
ബദർ രണാങ്കണം നടക്കുമ്പോ തലേ രാത്രി പൊട്ടിക്കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അവിടത്തെ തോളിലിട്ട തട്ടം താഴെ വീണുപോയി. സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു പോയി, തങ്ങളൊന്ന് നിർത്തുമോ, കരച്ചിലൊന്ന് നിർത്തുമോ, ഈ കരച്ചിലൊന്ന് നിർത്തുമോ? മക്കളെ, ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സമയം അല്ലാഹനെ ഓർത്തിട്ടോ? നിന്റെ മക്കളെ ഓർത്ത് കരഞ്ഞ സന്ദർഭങ്ങളുണ്ട്, ഭാര്യയെ ഓർത്ത് കരഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടാവാ, നിന്റെ ഉമ്മയെ ഓർത്ത് കരഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടാവാ. നിനക്ക് പല പ്രതീക്ഷകൾ നിരാശയായി വന്നപ്പോഴ്, പരാജയം ഏറ്റുവാങ്ങിയപ്പോഴ്, പ്രതീക്ഷകൾ തെറ്റിയപ്പോഴൊക്കെ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വന്തം പാപങ്ങൾ ഓർത്തിട്ടോ, റബ്ബിനെ ഓർത്തിട്ടോ, റബ്ബിനെ പേടിച്ചിട്ടോ ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് ഉറ്റിയത് ഓർമ്മയുണ്ടോ? ഞാൻ പഠിച്ച ഖുർആൻ അനുസരിച്ച്, ഞാൻ പഠിച്ച ഹദീസ് അനുസരിച്ച്, ഞാൻ പഠിച്ച ദീനനുസരിച്ച് അല്ലാഹുവും റസൂലും പഠിപ്പിച്ചത് നിങ്ങൾ കൂടുതൽ കരയണേ, കൂടുതൽ ചിരിക്കരുതേ. ചിരിച്ചതല്ലേ നമുക്ക് ഓർമ്മയുള്ളൂ, ചിരിക്കാനല്ലേ നമുക്ക് വകുപ്പുകളുള്ളൂ. റബ്ബിനെ ഓർത്ത് കരഞ്ഞിട്ടില്ല, ചെയ്തു പോയ പാപങ്ങളെപ്പറ്റി ഓർമ്മയില്ല. സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ, കോളേജിൽ പഠിച്ചിരുന്നപ്പോ, ഗൾഫിലായിരുന്നപ്പോ, അതേ അടിച്ചു പൊളിച്ച് ജീവിച്ചപ്പോ, കൗമാരപ്രായത്തിലായപ്പോ, യുവത്വം തുളുമ്പുമ്പോ പല സന്ദർഭങ്ങളിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങളെപ്പറ്റി ഓർമ്മയില്ല. കോടിക്കണക്കിന് ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് ചൊരിഞ്ഞു കൊടുക്കുന്ന 10 നാളുകൾ നമ്മിൽ നിന്ന് വിട പറഞ്ഞപ്പോഴും ഒരിക്കൽ പോലും കരച്ചിൽ വന്നില്ല, ചിന്ത വന്നില്ല, ഓർമ്മ വന്നില്ല. കഴിഞ്ഞ കാലത്ത് ചെയ്തു പോയ പാപങ്ങളെപ്പറ്റി ഓർമ്മയില്ലാതെ മറന്നു പോകുന്നത് നീ പരാജയപ്പെട്ടവനാ, അതിന്റെ അടയാളമാ, അയിമ്മത്ത് പഠിപ്പിച്ചതാ. ഓ മുസ്ലിമീങ്ങളെ, പരാജയപ്പെട്ടു പോകുമോ, ജയിച്ചു കിട്ടുമോ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ?